പന്നലെന്ന് തന്നെ ഞാൻ പറയും. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതിയിലുണ്ടോ? ഇവിടെ പിണറായിയൊക്കെ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കുറെ കമന്റ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വന്നു. അപ്പം വീണ്ടും ഈ പുള്ളിയെ പറ്റി പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശനെ പറ്റിയിട്ടാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. വർഷങ്ങളായിട്ട്, ഏകദേശം എനിക്കൊന്ന് 10-25 വർഷമായിട്ട് ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു. ആ ടൈം തൊട്ടേ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അതാത് ഇടവേളകളിൽ വിവേചനപരമായിട്ടുള്ള സംസാരം, ഏതെങ്കിലും ഒരു മതത്തെ, പ്രത്യേകിച്ച് മുസ്ലിം മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം, അല്ലെങ്കിൽ തന്നെ മറ്റ് ജാതിക്കാർ, ഇപ്പൊ പുള്ളി ഈഴവനായതുകൊണ്ട് തന്നെ നായര് അല്ലെങ്കിൽ മറ്റ് ജാതിക്കാരെ, പ്രത്യേകിച്ച് നായരെ ഏറ്റവും കൂടുതൽ, ഞാനിങ്ങനെ ജാതി ഒരിക്കലും ഒരു പബ്ലിക് സ്പേസിൽ പറയുന്ന ഒരു ആളല്ല, പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം അത് അദ്ദേഹം വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ രാജ്യം മൊത്തം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതം പറയുന്ന ഒരു ടൈമില് നമ്മുടെ കേരളം കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം വീണ്ടും വ്രണപ്പെടുത്തുന്ന ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്തവണ മുസ്ലിംസിനെ ഓൾറെഡി പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ ജാതി, അദ്ദേഹത്തിന്റെ അതൊക്കെ വെച്ചിട്ട്, ഇപ്പം സുധാകരൻ, അതൊക്കെ രാഷ്ട്രീയമാണ്. നമ്മള് രാഷ്ട്രീയ ടോപ്പിക് ഒരിക്കലും പറയാറില്ല. എങ്കിലും ഈ അവസരത്തിൽ ഇദ്ദേഹത്തെ പറ്റി ഒന്നുകൂടെ പറയാൻ എനിക്ക് തോന്നുകയാണ്. കാര്യം, ഈ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ മാലിന്യമാണ്, ഒരു മാലിന്യം തന്നെയാണ് ഈ ഒരു വ്യക്തി. ഈ ഒരു വ്യക്തി ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലുള്ള സംസാരമാണ്. ഒരിക്കലും നമുക്കൊരു സംസ്കാരമില്ലാത്ത രീതിയിൽ, ഇത്രയും വലിയ കേരളത്തിലെ ഒരു 60-70% ജനസംഖ്യ ഹോൾഡ് ചെയ്യുന്ന SNDP എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ തലപ്പത്ത് കയറിയിരുന്നിട്ട് ഇത്രയ്ക്ക് മ്ലേച്ഛമായ രീതിയിൽ എങ്ങനെ ഈ മനുഷ്യന് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും നായരിസവും അതും ഇതുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാൻ, അതായത് അദ്ദേഹത്തിന് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അതാണ് കാര്യം. ഒരിക്കലും ശ്രീനാരായണ ഗുരുവിനെക്കാട്ടിലും വലിയൊരു വ്യക്തിയാണ് അത് പുള്ളി കരുതിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നതും. അതേപോലെ തന്നെ ഇത്രയും നാളും നടത്തിയ സാമ്പത്തിക ക്രമക്കേട്, അതേപോലെ തന്നെ മദ്യം വിൽക്കരുതെന്നാണ് ഈ സംഘടന, മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, വിൽക്കരുതെന്നാണ് ഈ സംഘടനയുടെ ഏറ്റവും, അല്ലെങ്കിൽ ഈ സംഘടന ഉണ്ടാക്കിയപ്പോ ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യത്തെ പറ്റിയിട്ടാണ്. മദ്യം ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മാന്യ അദ്ദേഹം. അപ്പം പുള്ളി ഇത്രയും നാൾ ചെയ്തിട്ടുള്ള മദ്യത്തിന്റെ കച്ചവടം, അതേപോലെ തന്നെ സാമ്പത്തിക ക്രമക്കേട്, കൊലപാതകങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം മറച്ചു പിടിക്കാനും പുള്ളിക്കും വരും തലമുറയ്ക്ക്, അതായത് മോനെ കൊണ്ട് BJPയുടെ താവളത്തിൽ കൊണ്ടിട്ടു, കേന്ദ്രത്തിൽ ഒരു പിടിയായി. ഇവിടെ സഖാവ് പിണറായി വിജയനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. 2016 പിണറായി വിജയൻ ഒരു കാരണവശാലും അധികാരത്തിൽ വരുത്തരുതെന്ന് പറഞ്ഞ് സഖാവിനെ ഏറ്റവും മൃഗീയമായ രീതിയിൽ ആക്ഷേപിച്ച ഒരു വ്യക്തിയാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2026 വന്നിട്ട് VD സതീശനെ ഇതേപോലെ പറയുന്നുണ്ട്. VD സതീശൻ ഒരു പക്ഷേ ഇത് നല്ലതായിരിക്കും. ഓക്കെ, ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ഭരണത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വാട്ടവർ, അത് നമ്മുടെ മാറ്ററല്ല. അപ്പം ഈ രീതിയിൽ പിണറായി വിജയന് സ്തുതി പാടി ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ആണ് അദ്ദേഹം നോക്കുന്നത്. അതായത് ഇത് വ്രണപ്പെടുത്തിയിട്ടാണെങ്കിലും ഹിന്ദുസിലെ ഏറ്റവും മജോറിറ്റി ആയിട്ടുള്ളവരുടെ വോട്ട് ഇടതുപക്ഷത്തിന് മാറ്റി കൊടുക്കുക, ഇവിടെ ഇടതുപക്ഷത്തെ താങ്ങുക. VD സതീശൻ എന്തായാലും ഇതുപോലെ വർഗീയ ഇതിലൊന്നും നിൽക്കുന്ന ഒരു മനുഷ്യനല്ല. പുള്ളിയുടെ ട്രാക്ക് റെക്കോർഡ് ഇത്രയും നാളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആരെയും താങ്ങാനും നിൽക്കാത്ത രീതി നിലപാടെടുക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളാപ്പള്ളിയെ താങ്ങൂല്ലെന്നറിയാം. അതുകൊണ്ട് ഇടതുപക്ഷം വരുന്നതാണ് വെള്ളാപ്പള്ളിക്ക് സംബന്ധിച്ചിടത്തോളം നിലനിന്ന് പോകാൻ നല്ലത്. കേന്ദ്രത്തില് ഇനി ഒരു മാറ്റം ഉടനെ വരത്തില്ല എന്നൊരു കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തില് BJPയെയും നാട്ടില് CPMനെയും താങ്ങാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഏറ്റവും മലീനസമായ രീതിയിൽ ചിന്തിപ്പിക്കാനാണ് ഇദ്ദേഹം നോക്കുന്നത്. ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു സംഘടനയിലെ ഒരു 80-90% ആൾക്കാരും ഈ പറയുന്ന പോലെ
ഇദ്ദേഹം ആ ഒരു കസേര ഇരിക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്, ഒരു തരത്തിലുള്ള താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്. സ്വന്തം ഗുണ്ടായുസവും ഈ രാഷ്ട്രീയ സ്വാധീനവും പണത്തിന്റെ സ്വാധീനവും ഒക്കെ കൊണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കസേര ഇരിക്കുകയാണ്. അതായത് ഇപ്പം ഏറ്റവും സന്തോഷകരമായിട്ടൊരു വാർത്ത പറഞ്ഞിട്ടുണ്ട്. അതായത് UDF ഒരു 100 സീറ്റ് അല്ല 98 സീറ്റ് ഈ വരുന്ന ഇലക്ഷന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിവാകും. മീൻസ് VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിവാകും എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും എനിക്ക് പ്രിയപ്പെട്ട ഈഴവരോട് അല്ലെങ്കിൽ SNDP നിൽക്കുന്നവരാണ്, നിങ്ങളുടെ സംഘടനയോട്, ഞാനും ആ ഒരു സംഘടന വരുന്ന ഒരാളാണ്. അപ്പം നിങ്ങളുടെ സംഘടനയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം എങ്ങനെയെങ്കിലും ആ UDF ഒന്ന് വിജയിപ്പിച്ചിട്ട് ഈ മാന്യ വ്യക്തിയെ ഈ ആ ഒരു കസേരയിൽ നിന്ന് ഇറക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയും ഒന്ന് ചെയ്യണം. കാര്യം അത് നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, സംഘടന ഒരു തരത്തിലൊരു ഗുണവും കാര്യങ്ങളും ഇദ്ദേഹം സംഘടന ഉള്ളവർക്ക് വേണ്ടി ചെയ്യുന്നില്ല. എങ്ങനെയൊക്കെ അവരെ ഊറ്റാവുന്ന പരിപാടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പോകുന്നത്. പക്ഷെ പുള്ളിയെ പരസ്യമായിട്ട് എതിർക്കാൻ ആർക്കും ധൈര്യമില്ല, അതാണ് കാര്യം. പുള്ളിയെ പരസ്യമായിട്ട് എന്തെങ്കിലും എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള പൊളിറ്റിക്കൽ പവറും മണി പവറും ബാക്കി എല്ലാ ഗുണ്ടായുസവും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതെന്തായാലും എതിർക്കാൻ പറ്റിയോ നോക്കേണ്ട ഒരു കാര്യമില്ല. പുള്ളി സംഘടനയെ നമുക്ക് ജന്മം കൊണ്ട് അതിലാണെന്നേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും സംഘടനയ്ക്ക് അത് നടക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സംഘടനയിൽ ഒരു വിശ്വാസമോ കാര്യങ്ങളും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ ഈ UDF ഒന്ന് മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിലും ഇദ്ദേഹത്തെ മാറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റുക. കാര്യം 89 വയസ്സായെന്ന് പുള്ളി തന്നെ ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. 89 വയസ്സായി, എനിക്ക് 90-ലോട്ട് വരുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്നിടം വരെ ആകെ ഒരു കസേര ഇരിക്കണമെന്നൊരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. മരിച്ചാലേ അവിടുന്ന് ഇറങ്ങുള്ളൂ എന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കേരളത്തിനോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്വന്തം സംഘടന നന്നാവണം എന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മാലിന്യത്തെ, ഈ പറയുന്ന ഒരു മാലിന്യത്തെ എങ്ങനെങ്കിലും ആ ഒരു കസേരയിൽ നിന്ന് ഒഴിവാക്കി ഈ കേരളത്തെയും ഈ സംഘടനയെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇനിയും ഇത്തരത്തിലുള്ള മതത്തെ വ്രണപ്പെടുത്തുന്ന മോശമായിട്ടുള്ള സംസാരമോ കാര്യങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട സംസാരം ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കണം. നിങ്ങളുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ആ തലമുറയും എല്ലാവരും പുച്ഛത്തോടാണ് കാണുന്നത്. കാര്യം ഇത് കാണുമ്പോൾ യങ് ജനറേഷൻ, അതായത് ഈ ഈഴവ സമുദായത്തിൽ തന്നെയുള്ള യങ് ജനറേഷൻ ഇങ്ങനെ ഒരുത്തനാണല്ലോ ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് എഴുതിയിട്ടാണ് പലരും ഈ പരിപാടിക്ക്, ഞാൻ സഹിതം ഈ പരിപാടിക്കും കാര്യങ്ങൾക്കും ഒന്നും ഇറങ്ങാത്തത്. അപ്പൊ നമുക്ക് താഴെ വരുന്ന ആൾക്കാരും അതേ രീതി തന്നെയാണ് ചിന്തിക്കുന്നത്. അത്രയ്ക്ക് മലീനസമായ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കി നമ്മുടെ നാടിനെ ഈ സംഘടനയെ രക്ഷപ്പെടുത്താൻ എല്ലാവരും ഒന്നിച്ചു നീക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിന് VD സതീശൻ പറഞ്ഞെങ്കിൽ VD സതീശൻ വന്നോട്ടെ. VD സതീശൻ ഇനി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇദ്ദേഹം ഒന്ന് മാറി തന്നാൽ മാത്രം മതി. അപ്പൊ ഇത് ഒന്ന് മുമ്പോട്ട് വരാൻ എല്ലാ ഈഴവരും ഒന്ന് ഒരുമിച്ച് നിൽക്കണം. ഇതിലെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കുക. അല്ലെങ്കിൽ ഈ ഒരു സന്ദേശമെങ്കിലും എല്ലാവരിലോട്ടും ഒന്ന് എത്തിക്കുക. ഇതൊരു ചർച്ചാ വിഷയം തന്നെ ആക്കുക. മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളോട് ഒരല്പമെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധം അതിനെ അനുസരിക്കണമെന്നോ അത് ഈ ലോകത്ത് നിലനിൽക്കണമെന്നോ ഈ പുസ്തകം വെച്ച് ചില്ലിട്ട കൂട്ടി ഇരുന്ന് വായിക്കുന്നതിൽ മാത്രം, സ്തുതി പാടുന്നതിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്യം എന്തെങ്കിലും ഒന്ന് അനുസരിക്കണമെന്നോ അല്ലെങ്കിൽ അത് ഈ കേരളത്തിൽ നിലനിൽക്കണമെന്നോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടല്ല, ശ്രീനാരായണ ഗുരുദേവനെ മുൻനിർത്തി ഒന്ന് മുമ്പോട്ട് വരാനും അതൊന്ന് ഇതാക്കാനും നിങ്ങൾക്ക് സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യം. ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.